ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ്. അധികം ആർഭാടങ്ങളൊന്നുമില്ലാതെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒറ്റ നിലയിൽ തീർത്തിട്ടുള്ള 1700 സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നല്ല സിമ്പിളായിട്ടുള്ള വർക്കുകളാണ്, ഇൻറ്റീരിയർ വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചനുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നൊരു കിച്ചൻ തന്നെയാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കിച്ചണിലോട്ടുള്ള പാസേജ്. മരവും അതുപോലെ തന്നെ ഗ്ലാസും ചേർത്തിട്ടാണ് ഈ ഒരു ഡോറ് നിർമ്മിച്ചിട്ടുള്ളത്. തേക്കും ഗ്ലാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചനായിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലാസിൻ്റെ ടേബിളും 4 മരത്തിൽ തീർത്തിട്ടുള്ള 4 ചെയറുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൂലയിലായിട്ട് ഫ്രിഡ്ജ് നമുക്ക് കാണാം. അപ്പോൾ ഫ്രിഡ്ജ് വെക്കാനായിട്ട് അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ ഭാഗം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കറക്റ്റായിട്ടൊരു ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിലത്ത് യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈലാണ്, മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. പ്യുവർ വൈറ്റ് അല്ല, ഒരു ഐവറി കളറിനോട് സാമ്യമുള്ള ഒരു കളറാണ്. ഈ വൈറ്റ് ടൈലിൻ്റെ ഇടയിൽ ബ്ലാക്ക് കളറ് അപ്പോക്സി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ടേബിളും ചെയറുകളൊക്കെ ഇവർ ഇവിടെ തന്നെ പണിയിപ്പിച്ചെടുത്തതാണ്. ഫർണിച്ചറുകളുടെ എല്ലാം ഡിസൈനിൽ ഒരു കോമൺ ടച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ക്വയറിലുള്ള അതാ ഒരു ടേബിളിലും ചെയറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് അല്ല, പൊതുവേ നമ്മൾ കാണാറുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ നിറയെ സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ആഷ് കളറാണ് അതിന് കൊടുത്തിട്ടുള്ളത്. കബോർഡ്സിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്രോക്കറി ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു സിങ്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കിച്ചണിൽ ഓവറായിട്ട് കബോർഡുകളൊന്നും കൊടുത്തിട്ടില്ല, എല്ലാം ആവശ്യത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ മിഡിലും മുകൾ ഭാഗത്തൊന്നും അങ്ങനെ കബോർഡുകൾ കൊടുത്തിട്ടില്ല. ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ മാത്രമാണ് കബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. അതൊരു ലൈറ്റ് ആഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ കളർ തീം തന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് ആഷ് കളർ കോമ്പിനേഷനിലുള്ളൊരു കളർ തീമാണ്. ആ കർട്ടനിലും നമുക്കത് കാണാൻ കഴിയും. കർട്ടനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് കർട്ടനാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചണിലെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു ക്ലോക്ക്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലോക്കാണ്. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ നാലുപുറം കൊടുത്തിട്ടുള്ളത്. സ്പൂണ്, ഫോർക്ക്, തവി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലോക്കിൻ്റെ 4 ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലോക്ക് ഒരു വെറൈറ്റി ആയി തോന്നി. പിന്നെ അതാ ഇവിടെയാണ് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ക്രോക്കറി ഷെൽഫാണ്. അതിൽ മനോഹരമായിട്ട് ഗ്ലാസ്സുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പുറത്തോട്ട് ഷോ കിട്ടുന്ന രീതിയിൽ ഗ്ലാസിൻ്റെ ഡോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൈലാണ്, പ്ലെയിൻ വൈറ്റ് ടൈലാണ്. അതിനിടയിലും ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വർക്കിംഗ് കിച്ചനും കൂടെ ഉണ്ട്. ആ ഒരു വർക്കിംഗ് കിച്ചണിലാണ് വിറകടുപ്പും അതുപോലെ തന്നെ സ്റ്റൗ എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു വർക്കിംഗ് കിച്ചൺ. ഇവിടെയും ഫ്ലോറിൽ സെയിം ആ ഒരു വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനിടയിലും ആ ബ്ലാക്ക് അപ്പോക്സി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാളിൽ ഒരു ഐവറിയിൽ ഒരു ഗ്രേ അല്ല, ഒരു ബ്രൗൺ ഡിസൈൻ വരുന്നൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വുഡൻ കളറിലുള്ള ഒരു ബ്രൗൺ ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഐവറി ടൈലിൽ അങ്ങനത്തെ ഒരു ടൈലാണ് ഇവിടെ ചുമരിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ആ ഒരു ഡിസൈൻ കാണുന്നില്ല. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇതാ ഗ്രാനൈറ്റാണ് ഈ ഒരു വിറകടുപ്പിൻ്റെ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്.
ഡാർക്ക് കളർ ഗ്രാനൈറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാത്രമാണ് ഒരു ഡാർക്ക് കളർ കാണാൻ കഴിഞ്ഞത് കേട്ടോ. ബാക്കി ടൈലും എല്ലാം ഇവർ ലൈറ്റ് കളറാണ് ഗ്രാനൈറ്റും എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് സ്പൈസസ് ഒക്കെ വെക്കാനുള്ളൊരു ഓപ്പൺ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ വിൻഡോയും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു മറുവശത്തായിട്ടാണ് ബാക്കി സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അവിടെയും അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഓവറായിട്ട് സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിന് മാത്രമുള്ള സ്റ്റോറേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗത്തൊന്നും അങ്ങനെ സ്റ്റോറേജ് കൊടുക്കാതെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും നമുക്ക് സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റും. അങ്ങനെ കബോർഡ്സായിട്ടും ഡോറായിട്ടും വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ കഴിയും. ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ അങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അവിടെ ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രിൽ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം മൊത്തം ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ ഒരു വർക്കിംഗ് കിച്ചണിലോട്ട് കിട്ടും. അങ്ങനെയാണ് ഗ്രിൽ ഡോർ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രാനൈറ്റ് തന്നെയാണ്. സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അറ്റത്തായിട്ട്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സ്റ്റൗവും കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കിച്ചനാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് കിച്ചനാണെങ്കിലും ഈ ഒരു വർക്കിംഗ് കിച്ചനാണെങ്കിലും സിമ്പിളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പതിവായിട്ട് കാണുന്ന കിച്ചനുകളിൽ നിന്നും ആ ഒരു ഡാർക്ക് കളർ തീമിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ലൈറ്റ് കളർ തീമും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കിച്ചനാണ് കണ്ടത്. അപ്പോൾ പലർക്കും ഇങ്ങനെ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ചിലർ ഡാർക്ക് കളറിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ പല മിക്സിങ്ങിലുള്ള കളറുകളാണ് നമ്മൾ കാണാറുള്ളത് കിച്ചണിൽ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ തീമിലുള്ള കിച്ചൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്